എന്താ നീയൊന്നും പറയാത്തെ? അമ്മയുടെ ഇഷ്ടം എന്താന്ന് വെച്ചാ എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്. ഇനി ഒരു കല്യാണാലോചന നടത്തുന്നതിന് മുമ്പായിട്ട് എനിക്ക് ഒരിക്കൽ കൂടി മൂകാംബി പോയെന്ന് പ്രാർത്ഥിക്കണം. മൂകാംബികയിൽ പോയി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് ഇവൻ ഉറപ്പായും ദേവൂട്ടിയെ കാണാനാവും. അതനുവദിച്ചുകൂടാ. അതിനെന്താ, അതൊരു നല്ല കാര്യമല്ലേ? മൂകാംബിക അമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാം മംഗളമായി നടക്കുകയും ചെയ്യും. ഒരു കാര്യം ചെയ്യാം, നീ തനിച്ചു പോണ്ട, ഞാനും കൂടി വരാം. എന്നാ ഞാനും കൂടിയുണ്ട്. കുറെ നാളായി മൂകാംബിക ദർശനം നടത്തിയിട്ട്. എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി പോയാലോ? ഡാഡി വരുമ്പോഴേ നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഞാനും വരാം. നമുക്ക് മൂകാംബിക മാത്രം ആക്കണ്ട, തിരിച്ച് ഗോവയിലൊക്കെ പോയി ഒന്ന് അടിച്ചു പൊളിച്ചു വരാം. വേണ്ട വേണ്ട, ഇതേ ഒരു തീർത്ഥയാത്രയാ, അടിച്ചുപൊളി ട്രിപ്പൊന്നുമല്ല. എന്നാ പിന്നെ തൽക്കാലം തമ്പിയേട്ടനും വർഷയും ഇവിടെ നിൽക്കട്ടെ. നമുക്ക് 3 പേർക്കും കൂടി പോയിട്ട് വരാം, അല്ലേ അമ്മേ? അതെ അതെ, അതാ നല്ലത്. അത് ശരി. അപ്പൊ എന്നെ ഒഴിവാക്കി അമ്മയും മോനും കൂടി എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ശരിയാവില്ലല്ലോ. ഡാഡി വരട്ടെ, ഈ ട്രിപ്പ് ഞാൻ പൊളിച്ചു കൊടുക്കും. യെസ്, എന്താ മോളെ? ഡാഡി ഇത് എവിടെയാ? ഞാനേ ഒരു ക്ലയന്റിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. എന്താ നീ വിളിച്ചേ? ഇവിടെ ശ്രീകലാമയും മുത്തശ്ശിയും കൂടി പുതിയ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യുന്നുണ്ട്. പുതിയ പരിപാടിയോ? എന്താ അത്? മോനെയും കൂട്ടി മൂകാംബികയിൽ പോകാനുള്ള പ്ലാനിങ്ങിലാ. മൂകാംബികയിലേക്കോ? എന്താ പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം? സന്ദീപിന്റെ കല്യാണത്തെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോ മൂകാംബികയിൽ ഒന്നുകൂടി പോയിട്ട് മതി ആലോചന എന്ന് സന്ദീപ് പറഞ്ഞു. അപ്പോഴേക്കും മുത്തശ്ശി അതങ്ങ് ഏറ്റെടുത്ത് അതൊരു ടൂർ പ്രോഗ്രാം ആക്കി. ഞാൻ കൂടെ ചെല്ലാന്ന് പറഞ്ഞപ്പോ മുത്തശ്ശിക്ക് എന്തോ ഒരു താല്പര്യക്കുറവ്. വേണ്ട വേണ്ട, നീയേ ആ ട്രിപ്പിൽ ജോയിൻ ചെയ്യണ്ട. ഏതായാലും അവര് മൂകാംബികല്ലേ, ഒരു കണക്കിന് നോക്കിയത് നല്ലതാ മോളെ. അവിടെ വേണ്ട കാര്യങ്ങളൊക്കെ ഘോര ചെയ്തോളൂ. പറ്റിയാൽ എല്ലാത്തിനും അതോടെ ഒരു അവസാനം ആവുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ ആ ട്രിപ്പിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് തന്നെയാ നല്ലത്. പിന്നെ സംഭവിച്ച കാര്യങ്ങൾക്കൊക്കെ ആരോടും ഒരു ഉത്തരവാദിത്വം ബോധിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ പറഞ്ഞ കോര ആവശ്യത്തിന് നമുക്ക് ഉപകരിക്കോ ഡാഡി? ഇപ്പൊ തന്നെ അമ്മയുടെ മനസ്സ് മാറിയത് കണ്ടില്ലേ? നോ മോളെ, അയാളെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. ഘോര അവിടെ ചില വൻ പദ്ധതികളുടെ തയ്യാറെടുപ്പില്ല. അതുകൊണ്ടാ സ്ത്രീകളുടെ കാര്യത്തിലൊരു പാളിച്ച വന്നത്. എങ്കിലും അയാള് വേണ്ട വിധം കൈകാര്യം ചെയ്തോളാന്ന് എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ഏതായാലും അവരുടെ പ്ലാനിങ് എന്താണെന്ന് അറിയട്ടെ. നീയെ ഒഴിഞ്ഞു മാറി നിന്നാ മതി. ശരി ഡാഡി. മോനെ, ഈ ആശുപത്രിക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്. കുഴപ്പോ? എന്ത് കുഴപ്പം? അച്ഛന് വെറുതെ തോന്നുന്നു. അതല്ലടാ, എനിക്ക് വെറുതെ തോന്നുന്നില്ല. നമുക്ക് അമ്മ ഇവിടുന്ന് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാലോ? അതൊന്നും വേണ്ട, അതൊക്കെ റിസ്കാ. അല്ല,
ഇവിടെ എന്താ ഇപ്പൊ അച്ഛൻ കുഴപ്പമായിട്ട് കാണുന്നേ? ആ വാസുകി ഡോക്ടർ ആളത്ര ശരിയല്ലെന്ന് തോന്നുന്നു. വാസുകി ഡോക്ടറോ? എന്റെ അച്ഛ, അദ്ദേഹം ഈ ഹോസ്പിറ്റലിൽ ഉള്ളത് കൊണ്ട് മാത്രമാ ഈ കണ്ട ആളുകളൊക്കെ ഇവിടെ ചികിത്സ തേടി എത്തുന്നത്. അത്രയ്ക്ക് പ്രഗത്ഭനായ ഡോക്ടറാണ് വാസുകി. വാസുകി ഡോക്ടർ ശരിയല്ലെന്ന് അച്ഛൻ മാത്രമേ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളൂ. കുഴപ്പേ നിന്റെ അച്ഛനാ. ആ. ദൈവത്തിന് നിരക്കാത്ത എന്തോ ചെയ്തതിന് കിട്ടിയ ശിക്ഷയാ ഈ കൈ പൊള്ളിയത്. അതിനിപ്പോ ഡോക്ടർ എന്ത് പഴിച്ചു? സത്യം പറച്ച, അച്ഛന്റെ കൈ എങ്ങനെയാ പൊള്ളിയത്? അത് ഞാൻ ചൂട് കൊടുക്കാൻ വേണ്ടി ക്യാൻറ്റീനിൽ പോയപ്പോഴേ അറിയാതെ വെള്ളം കൈ വീണതാ. ഇതൊക്കെ സത്യാണോ? അതോ നിങ്ങൾ ദൈവത്തിന്റെ വക എന്തെങ്കിലും മോഷ്ടിക്കാൻ പോയി കിട്ടിയതാണോ? ഏയ്, ഒന്നുമില്ലെന്നേ, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ എന്റേതായ ഒരു അഭിപ്രായം പറയുന്നേ ഉള്ളൂ. ആ, നിങ്ങൾക്ക് ഇനി വാസുകി ഡോക്ടറാ വരുന്നത് എനിക്ക് കുഴപ്പമൊന്നുമില്ല. അമ്മേ, ഞാൻ ദേവി ചേച്ചി ഒന്ന് കണ്ടിട്ട് വരാം. ചേച്ചി ഇപ്പോ വന്നിട്ടുണ്ടാവും. മോനെ, എനിക്ക് ആ കുട്ടിയെ ഒന്ന് കാണണം. നീ അവളോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറയണേ. ശരി അമ്മേ, ഞാൻ പോയിട്ട് വരാം. ദയവൂട്ട് എത്തിയല്ലോ. എന്നാൽ ഞാൻ ക്യാൻറ്റീനിൽ പോയി എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിട്ട് വരാം. അയ്യോ, എന്തിനാ ദയവൂട്ട് ഇത്രയും ബുദ്ധിമുട്ടിയത്? ഇവിടെ നിന്ന് വാങ്ങായിരുന്നല്ലോ. അച്ഛാ, ദേവി ചേച്ചി എനിക്ക് വേണ്ടിയ ഭക്ഷണം കൊണ്ടുവന്നേന്ന്. മകളുടെ കാര്യം അറിയാൻ വേണ്ടിട്ട് വന്നതാ. എന്റെ പേര് കിഷൻ എന്നാ. ഈ ദേവി ചേച്ചിയുടെ വീടിന്റെ അടുത്താ എന്റെയും വീട്. ഇപ്പൊ എങ്ങനെയുണ്ട് മോക്ക്? അല്പം ഭേദമുണ്ട്. വാസുകി ഡോക്ടർ ഇവിടെ ഉള്ളതാ ഒരാശ്വാസം. ആ, അമ്മയുടെ കാര്യം അങ്ങനെ തന്നെ. വാസുകി ഡോക്ടർ നോക്കുന്നുണ്ടാ അമ്മയ്ക്കും ഭേദമാവുന്നേ.